നമസ്കാരം. വീണ്ടും നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഞങ്ങൾ ഇന്ന് ഇരിക്കുന്ന ഈ ഒരു പ്രദേശം എന്ന് പറയുന്നത് അമേരിക്കയിലെ വടക്ക് കിഴക്കൻ സംസ്ഥാനമായ കണക്ടിക്കട്ട്. ഇവിടെ നിന്നും ഏകദേശം ഒരു 1.5 മണിക്കൂർ അകലെയാണ് ബോസ്റ്റൺ, മസച്യൂസെറ്റ്സിലെ ബോസ്റ്റൺ എന്ന് പറഞ്ഞൊരു സിറ്റി. അവിടെ ഉണ്ടായിരുന്ന 26 വയസ്സുകാരനായ ഒരു പയ്യൻ പഠിക്കാൻ വന്നവൻ. അവൻ അവിടുത്തെ ഗ്യാസ് സ്റ്റേഷനിൽ വർക്ക് ചെയ്തിരുന്നതാണ്, ഒരു പെട്രോൾ പമ്പിൽ വർക്ക് ചെയ്തിരുന്നവനാണ്. അതെ. അപ്പൊ അവൻ ഇന്ന് കേരളത്തിൽ ഇവിടെ ഇരുന്നിട്ട് ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് ഒരു പാർട്ടി തുടങ്ങി, ഇൻസ്റ്റാഗ്രാമിലാണ് തുടങ്ങിയത്. ആ പാർട്ടിയില് ഇന്ന് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള BJPക്ക് എത്രയോ 8 കോടിയോ എത്ര ഇതാണ് അവർക്കുള്ളത്. ഇത് ഒരു 10-20 കോടി ജനങ്ങളാണ് അതിലേക്ക് അങ്ങോട്ട് ചെന്ന് ചേരാണ്. അതും ഇന്ത്യയിലെ യുവജനങ്ങള്. അഭിഷേക് ദീപ്കെ എന്നാണ് അവന്റെ പേര്. അവൻ ഇന്ത്യയിൽ ചെന്നപ്പോ ഒട്ടുമിക്ക മാധ്യമങ്ങളും, സാമൂഹ്യ മാധ്യമങ്ങളും നമ്മളുടേതായ ഒരു ഇതിൽ പറഞ്ഞ ആരും വന്നില്ലല്ലോ, ജന്തർ മന്ദിറിൽ ആരും ഇല്ലേ, ഇവൻ വന്നു തോറ്റില്ലേ കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞ് വലിയ പ്രചാരം. ഒരുപക്ഷെ സർക്കാരിന്റെ പിന്തുണയോട് കൂടിയാണോ അതോ പിന്തുണ ഇല്ലാതാണോ എല്ലാമാരും. പക്ഷെ അവിടെ അവന് പിന്തുണ ഉള്ളത് അവന് ഓൺലൈനാണ്, അതായത് വെർച്വൽ വേൾഡിലുള്ള അവന് പിന്തുണയിലായിരുന്നു. എന്നാൽ അവന് അവിടെ വന്നപ്പോ ജന്തർ മന്ദറിൽ അവൻ പ്രതീക്ഷിച്ചത്ര ആൾക്കാർ ഒരു പക്ഷെ വന്നു കാണില്ല എന്ന് വേണം പ്രതീക്ഷിക്കാനായിട്ട്. എന്നാൽ അവന്റെ ആ പ്രസക്തി ഇല്ലാണ്ടായോ എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. അത് എത്തി നിൽക്കുന്നത് ഇന്ന് ജമ്മു കാശ്മീർ ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള വാങ്ചുങ് എന്ന് പറഞ്ഞ ഇദ്ദേഹം നിരാഹാരം കിടക്കണം 20 ദിവസമായിട്ട്. അവിടെ കണ്ട മറ്റൊരു ഇന്ത്യയുടെ ഇങ്ങനെ തെക്കേ അറ്റത്ത് കിടക്കുന്ന കേരളം എന്ന സംസ്ഥാനത്തിൽ നിന്നും ജോൺ ബ്രിട്ടാസും MA ബേബിയും ഡബിൾ റഹീമൊക്കെയാണ് ഈ ഇതിലേക്ക് പിന്തുണയായിട്ട് അവിടെ ചെന്നിരിക്കുന്നത്. അദ്ദേഹത്തിന് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇവരൊക്കെ രാജ്യസഭ MP-മാരും അങ്ങനെയൊക്കെയാണ്, അവരാണ് സമരം ചെയ്യുന്നത്. അതിനോടൊപ്പം ഞാൻ ഇന്നലെ കണ്ടൊരു വലിയൊരു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ മുന്നോടിയിൽ നിൽക്കേണ്ടതായിരുന്ന ആ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന ഇന്ദിരാഗാന്ധിയായ രഞ്ജിനി ഹരിദാസ്. എവിടെ കിടക്കണ് കാര്യങ്ങൾ, എവിടെ കിടക്കണ്? രഞ്ജിനി ഹരിദാസ് അവിടെ എത്തിയിരിക്കുകയാണ് ഈ ഈച്ച പാർട്ടിക്ക് വേണ്ടിയിട്ട്. അതെവിടെയെങ്കിലും ആവട്ടെ. അത് എത്രമാത്രം ഇന്ത്യൻ ജനസംഖ്യയിലും സാമൂഹ്യ മേഖലയിലും ഇത് കൊണ്ടുവരും എന്നുള്ളതാണ് ഞാനും ഇതിനൊന്ന് ചർച്ച ചെയ്യുന്നത്. അപ്പൊ ഇതിനെ കുറിച്ചും ഇതിന് എന്താണ് പറയാനുള്ളത്? ഞാനിപ്പോ വീഡിയോസിലൊക്കെ കാണുകയായിരുന്നു ഡൽഹിയിൽ നടന്നിരിക്കുന്ന ലാത്തി ചാർജിനെ പറ്റിയിട്ട്. അതിപ്പം വലിയ എന്താ പറയുക, ലാത്തി ചാർജുകളും നടക്കണം, ഒരുപാട് സമരങ്ങൾ നടന്ന കാലഘട്ടമാണ്. കേരളത്തിലെ കുറെ പേര് പോകണ്ടായിരുന്നു അല്ലെ, മറ്റേ നമ്മുടെ റഹീമൊക്കെ പോകണ്ടായിരുന്നു. പറഞ്ഞു വരുന്ന വെച്ചാൽ ഇത് ലോക ശ്രദ്ധ ആകർഷിച്ചു തുടങ്ങി. കാരണം ഇന്ന് BBC നമ്മൾ കണ്ടു, റിപ്പോർട്ട് ചെയ്തു തുടങ്ങി. ഇത് CJP-ക്കാർ കുറെ ദിവസങ്ങളായി അവിടെ കിടന്ന് കുത്തിയിരിക്കുന്നു. അവർക്ക് അവരും കുറെ ഇരിക്കുന്നു. കൂടാതെ എല്ലാവരും ഉണ്ട്, എല്ലാ പരിപാടികളും ഉണ്ട്. ഇതിൽ ഞാൻ ഏറ്റവും കൂടുതൽ വെറിയുടെ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമ്മ്യൂണിസത്തിന്റെ ഒരു പടരുന്നത്, അതായത് കമ്മ്യൂണിസ്റ്റ് ലെഫ്റ്റ് ചിന്താഗതി. ഇപ്പൊ അമേരിക്കയിൽ ഞാൻ എക്സാമ്പിൾ പറയാം സുഹൃത്തുക്കളെ, ഞാൻ അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ വെറിയുടെ സംഭവം എന്ന് പറയുന്നത് കമ്മ്യൂണിസം പടരുകയാണ് അമേരിക്കയിൽ. ലെഫ്റ്റ് ചിന്താഗതി, അതായത് ക്യാപിറ്റലിസം വേണ്ട. അതായത് ക്യാപിറ്റലിസം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ആമസോൺ ആയാലും ഇപ്പൊ ഗൂഗിൾ ആയാലും ഇവരൊക്കെ ബൂർഷകളാണ്. നമ്മുടെ നാട്ടിൽ അവരെങ്ങനെയാണ് പറഞ്ഞത്, നെസിറ്റിമാർ. പക്ഷെ അവർക്കെല്ലാം ഇതെല്ലാം വേണം അവരൊക്കെ. പക്ഷെ ഇത് ക്യാപിറ്റലിസം ഉണ്ടായാൽ മാത്രമേ ഈ ലോകത്തില് നമുക്ക് പ്രൈസ് കൺട്രോൾ ചെയ്യാൻ സാധിക്കുള്ളൂ. കോമ്പറ്റീഷൻ വേണമെങ്കിൽ ക്യാപിറ്റലിസം വേണം. കാരണം മോണോപ്പൊളി ഉണ്ടാവില്ല. കാരണം ഗൂഗിളിന്റെ സെയിം പ്രോഡക്റ്റ്, ആമസോണിന്റെ സെയിം പ്രോഡക്റ്റ്. അപ്പൊ തമ്മിൽ അവർ കോമ്പറ്റീഷൻ വരുമ്പോൾ പ്രൈസ് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഇതറിയാതെ ഇവര് നമ്മളെ ചൂഷണം ചെയ്യുന്നു എന്നുള്ള ഒരുപാട് വിഭാഗം ഒരു കുട്ടികള് കോളേജിൽ പോയാൽ ശരിക്കും പറഞ്ഞാൽ നശിച്ചു പോകുന്ന കാലഘട്ടമാണ്. പിള്ളേരുടെ ദിമാഗിലേക്ക് ഇന്ത്യയിൽ മാത്രമല്ല അമേരിക്കയിലും വളരെ മോശമായിട്ടുള്ള ഒരു കാലഘട്ടത്തിലേക്കാണ് ഞാൻ ഏറ്റവും അത് ഞാൻ ഇന്ത്യയിലും കാണുന്നത്. കാരണം കോളേജ് JNU പോലുള്ള യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ പോയിട്ട് തലതിരിഞ്ഞ് പോകുന്ന കുട്ടികൾ ഇപ്പൊ തരക്കേടിലാണ് ഇന്ത്യയിലെ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നില്ല. പേപ്പറിൽ നീറ്റുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അതിപ്പോ പ്രധാനം ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? അയാൾ എന്തായാലും BJP മാറ്റും, അടുത്ത ഷഫിളിൽ മാറ്റും. ഷഫിൾ എങ്ങനെയാണ് മാറ്റും എന്നുള്ളത് ഞാൻ അറിഞ്ഞിട്ടുണ്ട്, ഞാൻ ഡൽഹി എന്നുള്ളത് അറിഞ്ഞാൽ. പുള്ളി അതുവരെ എങ്ങനെയെങ്കിലും അയാളെ ഇപ്പൊ മാറ്റിയ വേറെ പ്രശ്നങ്ങളിലേക്ക് പോകും. അപ്പം പ്രധാനം മാറിയതുകൊണ്ട് പ്രശ്നം മാറുമോ? ഇല്ല. ഇപ്പൊ സർക്കാരിന് ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? കാരണം ഇത് കോച്ചിങ് എന്ന് പറഞ്ഞ വലിയൊരു മാഫിയാണ്. പക്ഷെ ഈ അവസരം മുതലെടുത്തുകൊണ്ട്
അവസരം മുതലെടുത്തുകൊണ്ട് ഇന്ത്യയെ തകർക്കാൻ ശ്രമിക്കുന്ന ഒരു കൂട്ടം ആളുകൾ, വിവരമില്ലാത്ത കുറെ കുട്ടികളും, വിവരമില്ലാത്ത പറയാൻ സാധിക്കട്ടെ, ഇവർ ഭയങ്കര ഡേഞ്ചർ. നിങ്ങൾ ചിന്തിക്കുമായിരിക്കും ഇവരൊക്കെ, ഈ പിള്ളേരൊക്കെ ഭയങ്കര മിടുക്കന്മാരാണ്, ഇവരെല്ലാം തലയെറിഞ്ഞ പിള്ളേരല്ല, കുറച്ച് ബുദ്ധി കൂടി പോയി. കേരളം എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു വരും അല്ലെ, ഈ പറയുന്ന ഡാം തുറന്നു വിട്ട് കേരളം മുഴുവൻ മുക്കിക്കൊന്ന് ഈ ചിന്ത നിങ്ങൾക്ക് ഇപ്പൊ എന്താ അന്തം കമ്മിയാണെന്ന് വിളിക്കാനേ പറ്റുള്ളൂ. കേരളം ഒഴിവാക്കിയപ്പോൾ ഇപ്പൊ അമേരിക്കയിലും വരുന്നു, ഇപ്പൊ ഇന്ത്യ കേരളത്തിലും ഈ കുറെ നടിമാരൊക്കെ പോയിട്ടുണ്ട്. അവരൊക്കെ തല തിരിഞ്ഞ കുറെ ആളുകള്, ഇവരെ നിങ്ങൾ സൂക്ഷിക്കണം സുഹൃത്തുക്കളെ. കാരണം സൂക്ഷിക്കാതിരുന്നൊരു കാര്യമില്ല. പക്ഷെ കൊക്രോച്ചുകൾ, പാറ്റകൾ എന്നൊക്കെ പറഞ്ഞ് ഒഴിവാക്കാൻ ശ്രമിച്ചൊരു കാര്യമില്ല. ഇതൊരു വലിയൊരു വൈറസ് പോലെ പടർന്നു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ ഒരു 20 വർഷത്തേക്ക് പുറകിലോട്ട് കൊണ്ടുപോയി വീണ്ടും ഡാമുകൾ തുറന്നു വിടും. ഡാമുകൾ തുറന്നാലും മുക്കിക്കൊല്ലില്ല അവര്. ഈ മണിയെ പോലെ നേതാക്കന്മാരിന്റെ പുറകിലുള്ളത് ശരിയല്ലേ ഈ വരെയുള്ള അല്ല. നമ്മളിപ്പോ സൗഹാർദ്ദപൂർവ്വം നമ്മള് സംഘി, ക്രിസംഗി, മുസംഗി, കൊങ്ങി, കമ്മി എന്നൊക്കെ വിളിക്കും, അന്തം കമ്മി, സുഡാപ്പി എന്നൊക്കെ വിളിക്കും. അപ്പൊ ഇതില് ഇപ്പൊ നമ്മൾ ചെന്നിരിക്കുന്ന ഇതുകൾ MA ബേബി അദ്ദേഹത്തിന്റെ ഒരു ഉരുട്ടുണ്ട് ആഗോള ബന്ധ വ്യവസ്ഥയെ എന്ന് പറഞ്ഞ ആഗോളവൽക്കരണത്തിനെ പറ്റിയൊക്കെ. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇവരോട് ഒറ്റ ചോദ്യം, ഇന്നും വൈകാരികമായിട്ട് ഞാനും മിഥുനും അമേരിക്കൻ ഐക്യനാടുകളിൽ ഇരിക്കുമ്പോൾ സ്വാതന്ത്ര്യം, തുല്യത എന്നതിലൊക്കെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ജനാധിപത്യം, സോഷ്യലിസത്തിൽ വിശ്വസിക്കുന്നില്ല. നമ്മൾ കേരളത്തിൽ അത് തന്നെയാ, ജനാധിപത്യം, തുല്യത, ഈ വക കാര്യങ്ങളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി 1957 എങ്ങനെയോ ഭരണത്തിലൊക്കെ വന്നു. ഞാൻ ചോദിക്കുന്നത്, കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഇവര് ഞം മടിക്കുന്ന ഭക്ഷണം പോലും ഗൾഫ് നാടുകളിൽ ഒരു 40 ലക്ഷം മലയാളികള് കൊടും ചൂടില് മരുഭൂമിയിൽ തിന്നുന്ന മണ്ണാണ്. ഈ അന്തം കമ്മി എന്ന് പറയുന്ന വീടുകളിലുള്ള ഏതെങ്കിലും ഒരുത്തന് ഒന്ന് എഴുന്നേറ്റ് പറയാൻ പറ്റുമോ? 40 ലക്ഷം ഞങ്ങളുടെ സഹോദരങ്ങളുടെ അടിമത്തം, അറബ് നാടുകളുടെ ഇസ്ലാമിക അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ കേരളത്തിൽ ഇന്നവരെ മിഥുൻ കേട്ടിട്ടുണ്ടാവില്ല, ഒരുത്തനും ഇരുന്ന് പറയില്ല. അല്ല, ഞാൻ പറയുന്നത് ഈ അന്തം കമ്മികള് ഡൽഹിയില് ബേബിയും എവിടെ പോണേന്ന് അവർക്ക് വേറെ വിഷയങ്ങള്, കേരളത്തിൽ സംഭവിക്കുന്ന വിഷയങ്ങൾ. 40 ലക്ഷം മലയാളികളാണ് മരുഭൂമിയിൽ ചത്ത് പണിയെടുക്കണേ, കൊടും വെയിലില്. അടിമത്താണ്. ഒരു ഇത്ര പോകുന്നൊരു മുറിയിൽ 8 ആളാ കിടക്കണേ. അത് വിഷയമല്ല. ഞാനിതെന്ത് പെരുമ്പാവൂർ പോയിട്ടുണ്ട് സാർ, അങ്കമാലി പോയിട്ടുണ്ട്. അങ്കമാലി അങ്ങനെയുള്ള ദുരിതമൊന്നുമില്ല. അവരൊക്കെ ഇവിടുന്ന് പൈസ അങ്ങനെയൊന്നുമില്ല സാറ്. സാറ് ക്യാമ്പുകളൊക്കെ നല്ല നല്ല തിരക്കില്ല ഉണ്ടായിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പൊ സാർ ദുബായിൽ ക്യാമ്പിൽ പോയിട്ടുണ്ടോ? ഞാൻ ദുബായിൽ അടുത്തും പോയിട്ടുണ്ട്. ലേബർ ക്യാമ്പുകൾ ഇന്നും നിലനിൽക്കുന്നു. അത്യാവശ്യം തിരക്കില്ല, സൗകര്യങ്ങളൊക്കെ ആയിട്ട്. ഈ 40 ലക്ഷം ഞാൻ പ്രതിപാദിച്ച 40 ലക്ഷം ജനങ്ങളില് വേണമെങ്കിൽ ഒരു 1,50,000 ജനങ്ങള് അല്ലെങ്കിൽ 1 ലക്ഷം ജീവിക്കേണ്ട. ബാക്കി ബഹുഭൂരിപക്ഷം 95% ലേബർ ക്യാമ്പുകളും ദുരിതവും അടിമത്തമാണ്. കുറെ ആൾക്കാരെ സാർ അമേരിക്കയിൽ വന്നിട്ട് ഇപ്പൊ ഒരു 10-30 വർഷത്തോളായി. സാർക്ക് സംരംഭം നാട്ടിൽ തുടങ്ങി 50 പേർക്ക് ജോലി കൊടുക്കുക. നിങ്ങൾ 50 പേര് മാറ്റി പോകണ്ട, സാർ ജോലി കൊടുക്കുക. ആരെ ജോലി കൊടുക്കുന്നവർക്ക് എവിടെ നാട്ടില്? അതെന്താ ഈ അന്തം കമ്മികളുടെ അന്ധകാരം ജീവിക്കട്ടെ എങ്ങനെയെങ്കിലും അവര് എങ്ങനെയെങ്കിലും ജീവിക്കില്ല. തുല്യതയിലാണല്ലോ, തുല്യതയിലും ജനാധിപത്യത്തിലും സംസ്കാരത്തിലാണ് വിജയിക്കുന്നത്. അതല്ലാണ്ട് അടിമയായിട്ട് ഇത്രയും പോകുന്ന മുറിയിൽ 8 ആൾക്കാരൊക്കെ എടുത്തി എന്നിട്ട് പട്ടിയെ പോലെ മുഖത്ത് തുപ്പി ചാട്ടമാർക്ക് അടിച്ചല്ല. എന്റെ അഭിപ്രായത്തോടെ ഞാൻ വ്യക്തമായിട്ട് ശക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇനിയും പറയും. ശക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ 40 ലക്ഷം മലയാളികൾ എന്റെ സഹോദരങ്ങളാന്ന് ഇനിയും പറയും. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് കാശ് ആരും തരണില്ല, ഖത്തറും തരണില്ല, ഒരു കോപ്പും തരണില്ല. ഞാൻ വിളിച്ചു പറയും. കാരണം ഞാനും നീയൊക്കെ ഭാഗ്യവന്മാരാണ് ഈ അമേരിക്കൻ ഐക്യനാടുകളിൽ എത്തിപ്പെട്ടത്. പക്ഷെ ആ 40 ലക്ഷം മലയാളികൾ പ്രവാസികളാണ് എന്നും വിളിച്ചു പറയും, എവിടെയും വിളിച്ചു പറയും. ഞാൻ അവര് എന്റെ വികാരാണെന്ന്.